നമസ്തേ. വളരെ പ്രധാനപ്പെട്ട ചില മുദ്രകളും ആസനങ്ങളും പരിചയപ്പെടുവാനാണ് നാം ഇന്ന് ഈ വീഡിയോയിൽ കണ്ടുമുട്ടിയത്. അപ്പോൾ വിഷയത്തിലേക്ക് കിടക്കാം. നമുക്ക് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും യോഗം ചെയ്യിക്കുന്നതിനായി ചില ആസനങ്ങളിൽ ഇരിക്കേണ്ടതുണ്ട്. ആസനം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം എന്നാണ് അർത്ഥം. വളരെ ആയാസരഹിതമായും സുഖകരമായും ഇരിക്കുന്നതാണ് ആസനങ്ങൾ. നമുക്ക് ആദ്യമായി സുഖാസനം പരിചയപ്പെടാം. നാം വളരെ റിലാക്സ്ഡ് ആയി ഇങ്ങനെ ഇരിക്കുന്നതാണ് സുഖാസനം. നമുക്ക് കൈകൾ ഇങ്ങനെ മലർത്തി വെച്ചോ ഏതെങ്കിലുമൊക്കെ മുദ്രകൾ പിടിച്ചോ ഒക്കെ നമുക്ക് ഇരിക്കാവുന്നതാണ്. ധ്യാനത്തിന് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് സുഖാസനം. ഇനി പത്മാസനമുണ്ട്, അർത്ഥപത്മാസനമുണ്ട്. പത്മാസനത്തിന് മുന്നോടിയായി ചെയ്യുന്നതാണ് അർത്ഥ പത്മാസനം. ആസനസിദ്ധി വന്നിട്ടില്ലാത്തവർക്കായി അവർ ആദ്യം ചെയ്ത് ശീലിക്കേണ്ടത് അർത്ഥ പത്മാസനമാണ്. അർത്ഥ പത്മാസനം എങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ചാൽ, നാം ഏതെങ്കിലും ഒരു കാല് ഇങ്ങനെ അടുത്ത തുടയുടെ മുകളിൽ കയറ്റി വെച്ച് കൈകൾ മലർത്തി വെച്ചോ ഏതെങ്കിലും മുദ്രയിലോ ഇരിക്കാവുന്നതാണ്. മുദ്രകൾ ഈ വീഡിയോയിൽ തന്നെ പ്രതിപാദിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ശീലിക്കുക. ഇങ്ങനെ അർത്ഥപത്മാസനം സിദ്ധി വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പൂർണ്ണ പത്മാസനത്തിലേക്ക് വരാം. ഇതാണ് പൂർണ്ണ പത്മാസന നില. ഇതിന്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇരുമൂക്കിലൂടെയും ശ്വാസം ഒഴുകുന്നതിനും നട്ടെല്ല് നിവർന്ന് നന്നായി ഇരിക്കുന്നതിനും ഈ ആസനം സഹായിക്കും. ഇതിനൊപ്പം മുദ്രകൾ കൂടി നാം ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഊർജം സംഭരിക്കുവാനും നമ്മുടെ കുണ്ടലിനി ശക്തിയെ ഉയർത്തുവാനും സാധിക്കും. ഇനി വജ്രാസനത്തിലേക്ക് വരാം. ഓരോരുത്തരും അവരുടെ കഴിവിനനുസരിച്ച് പത്മാസനം പരിശീലിക്കുക. കുറച്ച് ദിവസം ഒരു കാല് വയ്ക്കുക, അടുത്ത കുറച്ച് ദിവസം അടുത്ത കാല് വയ്ക്കുക, അതിനുശേഷം ഓരോ കാലായിട്ട് വയ്ക്കുവാൻ ശ്രമിക്കുക. ഇനി നമുക്ക് വജ്രാസനത്തിലേക്ക് വരാം. മുട്ടുമടക്കി നട്ടെല്ല് നിവർന്ന് ഇരു കൈപ്പത്തികളും മലർത്തിയോ കമിഴ്ത്തിയോ വയ്ക്കാവുന്നതാണ്. നമ്മുടെ കാലിന്റെ ഈ മടമ്പ് ഭാഗം ഇത്തരത്തിൽ നിവർന്നിരിക്കണം. അതിന്റെ മുകളിലായാണ് നാം സുഖകരമായി ഇരിക്കുന്നത്. ഇനി മറ്റൊരു ആസനം പരിചയപ്പെടുത്തുവാനുള്ളത് സിദ്ധാസനമാണ്. അതിന് നമുക്ക് സുഖാസനമോ പത്മാസനമോ ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. അതിനോടൊപ്പം നാം ഒരു കൈക്ക് മുകളിൽ മറ്റൊരു കൈ വയ്ക്കുകയോ അല്ല എങ്കിൽ ഈ രണ്ട് തള്ളവിരലുകളും ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ വച്ച് ഇരിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതാണ് സിദ്ധാസനം. പത്മാസനത്തിലിരുന്നും ഇങ്ങനെ സിദ്ധാസനം നമുക്ക് അഭ്യസിക്കാവുന്നതാണ്. ഇനി കുറച്ച് മുദ്രകളെ ഞാൻ പരിചയപ്പെടുത്താം. നമ്മുടെ ഈ കൈവിരലിൽ നമ്മുടെ ചെറുവിരൽ ജലവുമായി ബന്ധമുള്ളതാണ്. അപ്പോൾ ഇത് പ്രതിനിധാനം ചെയ്യുന്നത് ജലത്തെയാണ്. അപ്പോ ജലം കഴിഞ്ഞാൽ അടുത്തതായി പൃഥ്വി അഥവാ ഭൂമി. ഭൂമി കഴിഞ്ഞാൽ അടുത്ത വിരൽ ആകാശം. ആകാശം കഴിഞ്ഞാൽ അടുത്ത വിരൽ വായു.
വായു കഴിഞ്ഞാൽ അടുത്തത് അഗ്നി. അപ്പോ നാം കൂടുതലും ചിന്മുദ്ര ഉപയോഗിക്കുന്നത് പലരും കണ്ടിട്ടുണ്ടാവും. ഇതാണ് ചിന്മുദ്ര. നമ്മൾ ധ്യാനത്തിന് വളരെയധികം ഉപയോഗിക്കുന്നത് ചിന്മുദ്രയാണ്. ഒരു അല്പം ഈ ഒരു വരയിൽ ഇങ്ങനെ തൊടുവിച്ച് ഇരിക്കുന്നതാണ് ജ്ഞാനമുദ്ര. ഇങ്ങനെ ഇരുന്ന് ധ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം അറിവ് ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇത് ജ്ഞാനമുദ്ര, ഇവിടെ ധ്യാനമുദ്ര. കൂടാതെ ഇങ്ങനെ ഈ മുദ്രയിൽ അല്ലെങ്കിൽ ചിന്മുദ്രയിൽ നാം ഇരുന്നാലുള്ള ഒരു ഗുണം, ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ മാറിപ്പോവുകയും അനാവശ്യമായ ചിന്തകൾ മാറുകയും ചെയ്യുന്നു. ഇങ്ങനെ ഓരോ തത്വത്തിനനുസരിച്ചും നമുക്ക് എല്ലാം നാം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അഗ്നിയുമായി ലയിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾക്ക് രോഗശമനവും ഊർജവും ഉണ്ടാകുന്നതാണ്. അടുത്തതായി നമുക്ക് വായുമുദ്ര പരിശീലിക്കാം. ഈ ചൂണ്ട് വിരലിനെ അല്പമൊന്ന് മടക്കി പിടിക്കുക. ഇങ്ങനെ 2 കൈകളിലും ചെയ്യുക. ഇതിന്റെ പ്രയോജനം വാതസംബന്ധമായ അസുഖങ്ങൾ ശമിക്കുന്നതിനും സന്ധികളിലെ വേദന, രക്തവാതം, തളർവാദം, ഗ്യാസ് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം വളരെയധികം ഉപകാരപ്രദമാണ്. അപ്പോൾ നമ്മുടെ ചൂണ്ടുവിരൽ ഇങ്ങനെ മടക്കുക, അതിനെ ഒരല്പം മർദ്ദം ചെലുത്തി വയ്ക്കുക. ഇതാണ് വായുമുദ്ര. അടുത്തതായി നാം പറയുവാൻ പോകുന്നത് അപാനമുദ്ര. അതിനായി നാം ആദ്യം ചെയ്യേണ്ടത് ഈ 2 വിരലുകളും നമ്മുടെ തള്ളവിരലിന്റെ ആ ഒരു തുമ്പിൽ മുട്ടിച്ചു വയ്ക്കുക. ബാക്കി വിരലുകൾ നിവർത്തി പിടിക്കുക. ഇത് ഇങ്ങനെയാണ് നാം വയ്ക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഗുണം എന്നാൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമാണ്. മുദ്ര ഒന്നുകൂടെ ശ്രദ്ധിക്കാം. നടുവിലെ 2 വിരലുകൾ തള്ളവിരലുമായി മുട്ടിച്ച് വയ്ക്കുക. 2 കൈകളിലും ഇങ്ങനെ ഇരുന്ന് ധ്യാനിക്കുക, അല്ലെങ്കിൽ വെറുതെ കുറച്ചു നേരം ഇരിക്കുക. ഇനി അടുത്തതായി നാം ചെയ്യുവാൻ പോകുന്നത് പൃഥ്വി മുദ്ര. അത് ചെയ്യേണ്ട വിധം അപ്പോൾ നാം പറഞ്ഞു കഴിഞ്ഞു, ഇത് ജലമാണ്, ഇത് പൃഥ്വിയാണ്, അതായത് ഭൂമി. ഇത് ഇങ്ങനെ പിടിപ്പിക്കുക. ഇതാണ് പൃഥ്വി മുദ്ര. ഇങ്ങനെ വെച്ച് നട്ടെല്ല് നിവർന്ന് ഇരിക്കുക. ധ്യാനിക്കുകയോ വെറുതെ ഇരിക്കുകയോ ഒക്കെ തുടക്കക്കാർക്ക് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഗുണം ശരീര മെലിച്ചിൽ ഇല്ലാതാവുകയും ഊർജം വളരെയധികം ലഭിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് പൃഥ്വി മുദ്ര. ഇനി നമ്മുടെ ശരീരശുദ്ധിക്കായി ചെയ്യേണ്ട ഒരു മുദ്രയാണ് പ്രാണമുദ്ര. ഇത് ചെയ്യേണ്ടത് നമ്മുടെ ഈ 2 വിരലുകൾ തള്ളവിരലിനോട് ചേർത്ത്
ഇങ്ങനെ വയ്ക്കുക. ഇതാണ് പ്രാണമുദ്ര. ഇത് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുവാൻ വളരെയധികം സഹായിക്കുന്ന ഒരു മുദ്രയാണ്. ഇത്തരത്തിൽ കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുകയോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുകയോ ചെയ്യാവുന്നതാണ്. ഈ മുദ്ര എന്ന് പറഞ്ഞാൽ, മുദ്രയിടുക എന്ന് പറഞ്ഞാൽ ബന്ധിക്കുക എന്നാണ് അർത്ഥം. സീൽ ചെയ്യുക. ഇത്തരത്തിൽ നാം ഓരോ മുദ്രകൾ അനുഷ്ഠിക്കുന്നത് വഴി നമ്മുടെ ഊർജം വളരെയധികം സംരക്ഷിക്കപ്പെടുന്നു. വളരെ ആയാസരഹിതമായ ഒരു പ്രവൃത്തിയാണ് നാം ഈ ചെറിയ വിരലുകൾ തമ്മിൽ ഒന്ന് മുട്ടിക്കുക എന്നുള്ളത്. എന്നാൽ അതിൻ്റെ ഫലം വളരെ വലിയ ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഏവരും മുദ്രകളും ആസനങ്ങളും സാവധാനം റിലാക്സ് ആയിരുന്ന് അനുഷ്ഠിക്കുക. മുന്നോട്ടുള്ള പ്രാണായാമങ്ങൾക്കും സാധനകൾക്കും ഈ ആസനങ്ങൾ വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഈ ആസനങ്ങളിലും മുദ്രകളിലും ഇരുന്ന് വേണം നമുക്ക് വിവിധങ്ങളായ പ്രാണായാമങ്ങൾ അനുഷ്ഠിക്കുവാൻ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.